ധവളപത്രത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള CP ജോൺ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ CP ജോൺ, ഇത്തരത്തിലൊരു ധവളപത്രം പുറത്തിറക്കാനുള്ള സാഹചര്യം, അതിന്റെ ഗൗരവം എത്രത്തോളമാണ്? കേരളത്തിന്റെ കടബാധ്യതകളുടെ അളവിനേക്കാൾ ഉപരി ദേശീയ വരുമാനവുമായി കടബാധ്യതയുടെ അനുപാതം വളരെ അപകടകരമാണ് എന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഏതാണ്ട് 39.1 അല്ലെങ്കിൽ 40% എത്തിയിരിക്കുകയാണ് ഈ ഇന്നത്തെ കടബാധ്യതയും അതുപോലെ തന്നെ ദേശീയ വരുമാനം തമ്മിലുള്ള അനുപാതം. ഇത് ഒരു 25 ആണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് 30 വരെ ആയാലും നമുക്ക് സഹനീയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങളിത് ഇറക്കാൻ പ്രധാന കാരണം അത് മാത്രമല്ല, ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഒട്ടും വറീഡല്ല. ഗവൺമെന്റ് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയൊരു പ്രശ്നമൊന്നും ഇല്ല, ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് എന്ന മട്ടിലാണ് ഗവൺമെന്റ് പ്രതികരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മറുഭാഗത്ത് ചെലവ് ചുരുക്കുക എന്നുള്ള ഒരു സൂചന പോലും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. തീർത്തും അതുപോലെ തന്നെ അധിക ചെലവുകളും ദുർച്ചെലവുകളും അതിഭീകരമായിട്ട് കൂടിയിരിക്കുകയാണ്. ഇത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ രേഖയുടെ ഉദ്ദേശം. ഓക്കെ, ഒരു നിമിഷം കൂടി തുടരാൻ സാധിക്കുമോ അങ്ങേക്ക്? ഇല്ല, ഞാൻ കല്യാണത്തിന് നിൽക്കുകയാണ് ചെന്നൈ. ഓക്കെ.